ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ വളരെ നല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുകയെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ, നമ്മൾ സ്റ്റൗവിൽ വെക്കാൻ പാകത്തുള്ളൊരു പാൻ എടുക്കുക. അതിനകത്ത് നമ്മൾ 1.5 കപ്പ് അവലെടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് അവൽ കൂട്ടിയും കുറച്ചും എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു പതുപതുപ്പ് ഉണ്ടാവുമല്ലോ അവലിന്, അപ്പോൾ അതൊരു ക്രിസ്പി ആയിട്ട് മാറുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് റോസ്റ്റ് ചെയ്താൽ അവൽ എന്താ പറയുക നന്നായിട്ട് ക്രിസ്പി ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുക ചെയ്യുക. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് എന്താ പറയുക നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിതരിപ്പൊന്നുമില്ല. അത്യാവശ്യം ചെറിയൊരു തരിതരിപ്പുണ്ടായാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്കിത് അരിച്ചിട്ട് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചേർക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ പാളയംകുടൻ പഴം എന്ന് പറയും, അതുപോലെ തന്നെ മൈസൂർ പഴം എന്ന് പറയും. ഈ ഒരു പഴമില്ല, ചെറുപഴമല്ല, മറ്റേ അടുക്കൻ പഴം എന്ന് പറയുന്ന ആ പഴമല്ല, വേറൊരു പാളയംകുടൻ പഴം എന്ന് പറയും. അപ്പോൾ അത് ഒരു പഴം ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഒരു പഴം മാത്രം മതി, അല്ലാണ്ട് കൂടുതലായി കഴിഞ്ഞാൽ പഴത്തിൻ്റെ എന്താ പറയുക ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ അത് ഇതിൽ മുറിച്ചിട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് കറക്കിയെടുക്കുന്നു. അതായത് പഴം അവലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ പഴവും അവലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഏകദേശം ഒരു നമുക്ക് ഉരുട്ടാൻ പരുവത്തിലുള്ള ഒരു ഉണ്ടയാക്കാൻ പരുവത്തിലുള്ള രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി എന്താ വെച്ചാൽ നമ്മൾ പാനിൽ ഒരു 1/4 കപ്പോളം വെള്ളം എടുക്കുക. വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ 1/4 കപ്പ് വെള്ളം എന്ന് വെച്ചാൽ ഒരു 2 ഇതുപോലെയുള്ള 2 വെള്ളം ഉണ്ടാവും, 2 കട്ട വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് ചിരകിയിട്ട് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി പാൽ ഇഷ്ടമല്ല എന്നുള്ളവർ എന്താ വെച്ചാൽ വെള്ളം വേണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പാൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പാലാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ ആ വെള്ളമൊക്കെ മെൽറ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ബട്ടറാണ്, ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതും ഇല്ലെങ്കിൽ അത് എന്താ പറയുക അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സും പഴം ആ മിക്സും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫുള്ളൊന്ന് യോജിപ്പിക്കുക. ഈ മിക്സ് ഇടുമ്പോഴേക്ക് തന്നെ നമ്മൾ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും, കാരണം അവലല്ലേ. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ഒട്ടും കട്ടയില്ലാതെ നമ്മൾ മിക്സ് ചെയ്യണം. ഇനി കട്ട കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പിന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ 1 നുള്ളി ഏലക്ക പൊടിച്ചത് ഇടുന്നു. തൊലി ഇല്ലാണ്ട് വെറുതെ പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അത് സൈഡിലോട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മൾ റേസിൻസ് ഇല്ലേ, ഉണക്കമുന്തിരി, അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് എന്താ പറയുക നമ്മൾ തേങ്ങ ചിരകിയത്, ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിൻസ് ഒരുപാട് നെയ്യ് കിടന്നിട്ട് നല്ല എന്താ പറയുക പൊങ്ങി വരണ്ട, ഇതുപോലെ ജസ്റ്റ് ഹാർഡായിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഒന്ന് നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തീ അപ്പോൾ തന്നെ ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് ആ ചൂട് തന്നെ തേങ്ങ ഒന്ന് എന്താ പറയുക വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നേരെ നമ്മുടെ മിക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇങ്ങനെ ആദ്യമേ ഇടാതെ ഇങ്ങനെ ഇടുന്ന എന്തിനാ വെച്ചാൽ, കാരണം നമുക്ക് ആ തേങ്ങ കടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉണ്ട പോലെ നമ്മൾ നേരെ അതിൻ്റെ അകത്തേക്ക് മിക്സായി പോകുമല്ലോ. അപ്പോൾ ഇനി ഇത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് എല്ലാവരും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആദ്യം മുഴുവനായിട്ട് മിക്സായി കിട്ടുന്നില്ല കുഴപ്പമില്ലാന്ന്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തണിഞ്ഞിട്ടെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ പോവാണ്. മുന്തിരി നമ്മൾ മറ്റേ എന്താ പറയുക ബബിളായിട്ട് ഇടുന്നതിനേക്കാളും നല്ലത്, വീർത്തിട്ടുള്ള ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കടിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ ഏകദേശം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ട എങ്ങനെയാണോ ഉരുട്ടിയെടുക്കാറ് അതേപോലെ ഉരുളകളാക്കിയിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്യൂ നട്ട്, അതുപോലെ തന്നെ ബദാം, നിങ്ങളുടെ അടുത്ത് കപ്പലണ്ടി, എന്ത് നട്ട്സാണോ ഉള്ളത് ആ നട്ട്സൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ
മുന്തിരിയും തേങ്ങയും അങ്ങനെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ എന്ത് നട്ട്സും ചേർക്കാം. അപ്പം നമ്മൾ എന്താ പറയുക ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പി അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.